ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കൊറ്റയിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. 32 പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം. കൊറ്റയിലെ സർഗുൻ റോഡിലുള്ള പോലീസ് ആസ്ഥാനത്തിന് സമീപത്തായിരുന്നു സ്ഫോടനം ഉണ്ടായത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അതിനു മുമ്പ് CCTV ദൃശ്യങ്ങൾ, ഈ സ്ഫോടനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. ഇങ്ങനെ വാഹനം പൊട്ടിത്തെറിക്കുന്ന ചാവേർ ആക്രമണത്തിന്റെ സ്വഭാവമുള്ള ഒരു സ്ഫോടനം തന്നെയാണ് നടന്നത്. അജയ്, നേരത്തെ നമുക്കറിയാം ഈ പക്തൂണിൽ പാക് സൈന്യം തന്നെയാണ് അവിടുത്തെ ജനങ്ങളെ ബോംബിട്ട് കൊന്നത്. പാകിസ്ഥാന്റെ നാവികസേന, വ്യോമസേന. അതിനുശേഷം ഒരു തിരിച്ചടി ഉണ്ടാകുവാനുള്ള സാധ്യത പൊതുവെ പ്രവചിക്കപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ ഈ സ്ഫോടനത്തിന് ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? അതിൽ ഈ വിഷയത്തിൽ ആരും ഉത്തരവാദിത്തമൊന്നും ഏറ്റെടുത്ത് രംഗത്തെത്തിയിട്ടില്ല. എന്നാൽ പാകിസ്ഥാൻ അവരുടെ പൊള്ളയായിട്ടുള്ള ആരോപണങ്ങൾ, അവർ സ്ഥിരം ഉന്നയിക്കും പോലെയുള്ള ചില അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ആദ്യം ഉന്നയിച്ചത് പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ആസിഫ് അലി സർദാരിയാണ്. അദ്ദേഹം ഇന്ത്യക്കെതിരെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് ഈ തീവ്രവാദികളെ, പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തുന്ന ചില തീവ്രവാദികളെ ഇന്ത്യ ഒരു പ്രൊപ്പഗൻഡയിലൂടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ആണ് ഈ ആക്രമണം നടത്തുന്നത്, അവരെ കൊണ്ട് ഇന്ത്യയാണ് ഇത് ചെയ്യിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആസിഫ് അലി സർദാരി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിനൊന്നും ഒരു തെളിവുമില്ല. ഇന്ത്യ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു തീവ്രവാദ സംഘടനകൾ ഇതുവരെ രംഗത്ത് എത്തിയിട്ടില്ല. എന്നാലും പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രാലയം സംശയിക്കുന്നത് ബലൂച്ച് ലിബറേഷൻ ആർമിയെയാണ്. അവർ ഈ മേഖലയിൽ ഇതിനു മുൻപും നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പല ആക്രമണങ്ങളും അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സൈനികർക്ക് നേരെ, സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ പല മേഖലകൾ കേന്ദ്രീകരിച്ചും അവർ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബലൂച്ച് ലിബറേഷൻ ആർമിയെയാണ് ഇവർ സംശയിക്കുന്നത്. ഈ മേഖലയിൽ നിന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത്. ഈ സ്ഫോടനം നടന്നത് ബലൂച്ച് പ്രവിശ്യയിലാണ്. അവിടെയുള്ള കൊറ്റയിലാണ് ഈ സ്ഫോടനം നടന്നത്. അവിടെയുള്ള പോലീസ് ആസ്ഥാനത്തിന് നേരെ ഒരു വാഹനം ഇത്തരത്തിൽ അവിടേക്ക് വരികയും ഈ വാഹനം അവിടെ പോലീസ് ആസ്ഥാനത്തിൻ്റെ മതിലിൻ്റെ തൊട്ട് പുറത്തെത്തിയതിന് ശേഷം ഇത് അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു സൂയിസൈഡ് ബോംബേഴ്സാണ് ഈ സംഭവത്തിന് പിന്നിലുള്ളതെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ സ്ഫോടനം നടന്ന് ഏതാനും മിനിറ്റുകൾക്ക് ഇടയിൽ തന്നെ അവിടെ ഏതാനും ആയുധധാരികൾ തോക്കുമായിട്ട് വന്ന് അവിടെ പോലീസുകാർക്ക് നേരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയും വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. ഇത് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. ഈ വെടിയുതിർത്ത ഈ അക്രമികളെ പോലീസുകാർ അപ്പോൾ തന്നെ വധിച്ചിരുന്നു. 2 പോലീസുകാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 പോലീസുകാരും ഉൾപ്പെടെയാണ് ഈ 13 പേർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. മറ്റ് 11 പേർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 32ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിലും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുള്ളതായിട്ടാണ് വിവരം. ഈ സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ആദ്യഘട്ടത്തിൽ സംശയം. അതുപോലെ തന്നെ തെഹ്രിക്ക് താലിബാൻ ഈ ആക്രമണം നടത്തി എന്നുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല. കാര്യം ഇതിനു മുമ്പേ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഖൈബർ പക്തൂൺ മേഖലയിൽ പാകിസ്ഥാൻ ആർമി നടത്തിയിട്ടുള്ള ആക്രമണം, അത് പാകിസ്ഥാന് തന്നെ വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. അവരുടെ സ്വന്തം ജനതയ്ക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണം. ഈ ആക്രമണത്തിൽ ഒരു തീവ്രവാദികളും മിലിറ്റൻസും ആരും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് സംഭവത്തിന് ശേഷം വന്നിട്ടുള്ള വിവരം. ഇത്തരത്തിൽ തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായിട്ട് യാതൊരു വിവരങ്ങളും സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ സാധാരണ ജനങ്ങളാണ് ഇതിൽ കൊല്ലപ്പെട്ടത്. ഇതിലുള്ളൊരു പ്രതികാരമാണ് ഈ ആക്രമണമെന്നും സംശയമുണ്ട്. ശരി, പാകിസ്ഥാന്റെ ഭൂവിസ്തൃതിയുടെ 44% വരുന്ന ബലൂചിസ്ഥാൻ എന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി വിഭവ കേന്ദ്രമാണ്. പക്ഷേ ജനസംഖ്യ 5%. പാകിസ്ഥാൻ ലിബറേഷൻ ആർമി, പാകിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ്, തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാൻ, TTP ഇങ്ങനെയുള്ള സംഘടനകൾ എല്ലാം സജീവമായിട്ടുള്ള മേഖലയാണ്. അവിടെ എന്തു നടന്നാലും അതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് എപ്പോഴും പാകിസ്ഥാൻ ആരോപിക്കാറുണ്ട്. ഇപ്പോഴും അതിന് മാറ്റമില്ല എന്നാണ് അജയ് സുധാ ബിജു റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി